സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വിദ്യാരംഗം ക്ലബ്ബ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീമതി സുമി ഇസ്മയിൽ, കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും അടുത്തെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി മുൻപേക്കിയ പ്രസിഡന്റ് ആദർശ, മറ്റ് അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും പ്രസംഗ പരിശീലന കളരിയുടെ ഉദ്ഘാടനവും നടത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഈ PTA കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ടുവാക്ക് പറഞ്ഞില്ല എങ്കിൽ അത് മോശമായി. ഒരു സ്കൂളിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന്, ഒരു സ്കൂള് എത്രമാത്രം നല്ലതാണ് എന്ന് പറയുന്നത് അതിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗമനം മാത്രം മുൻനിർത്തി നമുക്കൊരു സ്കൂളിനെ നല്ലതാണെന്ന് പറയാൻ കഴിയും. ഈ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ KR തങ്കപ്പൻ സാർ, അതുപോലെ തന്നെ ഇവിടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ഫിൻഫ്ര ചെയർമാൻ ആയ ജോർജ് കുട്ടി അഗസ്തി സാർ, വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സുമി ഇസ്മായിൽ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്ന DRC DPO നമ്മുടെ അജാസ് വാരിക്കാടൻ സാർ, ഈ സ്കൂളിൻ്റെ മാനേജർ സഫർ വലിയകുന്നത്ത്, ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ SRG കൺവീനർ കൂടിയായ ശ്രീമതി കാർത്തിക ടീച്ചർ, ഈ സ്കൂളിലെ ആദരണീയരായ അധ്യാപക സുഹൃത്തുക്കൾ, അനധ്യാപകർ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ഒരാളെ വിട്ടുപോയി ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ മുൻ PTA പ്രസിഡന്റ് ശ്രീ നാദർ ഷാ സാർ, സോറി ഞാനത് നോട്ടീസില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ വേദി ധന്യമാക്കുന്ന എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏറെ സന്തോഷവും ബഹുമാനവും ഒക്കെ ഉണ്ട് ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു ചടങ്ങിന് എത്താൻ കഴിഞ്ഞത്. വളരെ നല്ലൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ വന്ന നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അതിലേറെ സന്തോഷം. നിങ്ങളുടെ ആ റിപ്പോർട്ടൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോഡൽ സ്കൂളിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പേര് NHA മോഡൽ UP സ്കൂൾ എന്ന് എന്തുകൊണ്ട് ആക്കിക്കൂടെ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ അതുപോലുള്ള നല്ല മാതൃകാ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. അതിൻ്റെ പിന്നിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് നല്ലൊരു കൂട്ടായ്മയും ഇവിടെ ദൃശ്യമാണ്. സമൂഹത്തിലെ ജനപ്രതിനിധികൾ, മാന്യ വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ അധ്യാപകർ, അനധ്യാപകർ, PTA, ഇവയുടെ എല്ലാം ശക്തമായ ഒരു കൂട്ടായ്മയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ച, സാധാരണഗതിയിൽ ഒരു പുതിയ PTA പ്രസിഡന്റ് വന്ന എക്സാമ്പിളാണ് നമ്മുടെ നാദർ ഷാ സാർ.
ഇപ്പോഴും നിങ്ങളുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യങ്ങൾക്കും പങ്കുചേരുന്നു. അതിനെ ഈ വേലൻ സ്കൂളിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പുരോഗതി കിട്ടുകയില്ല. ഒക്കെ സമയം ഒരു പഠനമാണ്. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നമുക്കറിയാം, പഠന പ്രവർത്തനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുന്തിയ സ്ഥാനമാണെന്നുള്ളത് അല്ലേ? അപ്പം അത്തരം പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ പങ്കെടുത്താൽ മാത്രമേ ഒരു കുട്ടിയുടെ സർവതോന്മുഖമായ വികസനം സാധ്യമാകുകയുള്ളൂ. ഒരു ആൾറൗണ്ട് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വ വികസനം നടക്കണമെങ്കിൽ എന്ത് വേണം? വെറുതെ ക്ലാസ് റൂമിൽ ഇരുന്ന് കിട്ടുന്ന പഠനാനുഭവങ്ങൾ മാത്രം പോരാ, ഇതുപോലുള്ള സജീവമായ ക്ലബ്ബ് പ്രവർത്തനം ഉണ്ടാവണം. അത് ഈ സ്കൂളിൽ നടക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഒരു കുട്ടിക്ക് ഇവിടെ തന്നെ പ്രസംഗ പരിശീലന പരിപാടിയൊക്കെ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലൊരു വേദിയിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാനൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും ഈ പ്രായത്തിൽ അല്ലേ, നിങ്ങളുടെ കുട്ടികളുടെ പ്രായത്തിൽ വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ അതിനുള്ള പ്രത്യേക പരിശീലനം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഏറെ സന്തോഷം നൽകുന്നു. നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നമുക്ക് സമയക്കുറവ് കാരണം ഒരുപക്ഷെ അതിനൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ എന്നാലും അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കുട്ടികളെയെങ്കിലും നമ്മൾ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുൻപിലോട്ട് വിളിച്ചു വരുത്തി അവന് ആ ക്ലാസിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനോ ഒരു കവിത ചൊല്ലാനോ 2 വാക്ക് പ്രസംഗിക്കാനോ ഒക്കെ അവസരം കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അപ്പൊ അവന്റെ ആ ഭയമൊക്കെ മാറിക്കിട്ടും അല്ലേ? ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശരിക്കും പ്രസംഗം എന്നൊക്കെ പറയുന്ന ഒരു കലയാണ് അല്ലേ? നല്ല പരിശീലനത്തിലൂടെ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗിക നമ്മുടെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ജോർജ് കുട്ടി സാറൊക്കെ നല്ലൊരു വാഗ്മിയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അപ്പൊ ആ ഒരു പ്രസംഗ പാഠമൊക്കെ നമ്മൾ ഈ കുഞ്ഞു ക്ലാസ്സിലെ നേടിയെടുത്താൽ നല്ലൊരു പ്രാസംഗികനായിട്ട് നമുക്ക് ഭാവിയിൽ മാറാൻ കഴിയും. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ NHA UP സ്കൂളിൽ നടക്കുന്നുവെന്ന് അറിയുമ്പോൾ അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഈ സ്കൂളിലെ അധ്യാപകർ, മാനേജർ, HM, അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി നാസർ മുണ്ടക്കെ സാറിന്റെ നേതൃത്വത്തിലൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇൻഫ്രയുടെ ചെയർമാൻ പാറത്തോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രതിനിധിയായിട്ടുള്ള ജോർജ് കുട്ടി അടുത്തി, ബഹുമാന്യനായ AU, പ്രിയപ്പെട്ട നമ്മുടെ പ്രൊഫസർ ദീപായു നായർ, മുൻ PTA പ്രസിഡന്റ് നാദിർഷ, പ്രിയപ്പെട്ട അജാദ് അരിക്കാട്ട്, സഫർ അലികുമുത്ത്, കാർത്തിക, നാസർ മുണ്ടക്കയം സാർ, സ്റ്റാഫിന്റെ സെക്രട്ടറി എന്ന് മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു സാന്നിധ്യവും ഇടപെടലും ഈ സ്കൂളിനെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു, നമ്മുടെ നാട് കൃഷിക്കാരുടെ നാടാണ്. കാർഷിക മേഖലയുമായി നമുക്ക് വലിയ ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്ലബ്ബ് കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി നമുക്ക് പച്ചക്കറി ഉത്പാദിപ്പിക്കപ്പെടാൻ പറ്റും. ചില അധ്യാപകരെ കണ്ട ഹാപ്പിയല്ല, ചില മനുഷ്യരെ കണ്ടാൽ പോലും ഹാപ്പിയല്ല. ഇവിടെ എല്ലാവരും നല്ല സന്തോഷമാണ്. അപ്പോൾ ഇത്രയും പിള്ളേരുണ്ട്, അതിൽ അഭിമാനമുണ്ട്. അപ്പൊ അറിവിന്റെ വഴിയിൽ പരമാവധി പഠിക്കുക. എത്ര പഠിക്കുക? സ്കൂളിൽ എത്ര മണിക്കൂറുണ്ട്? 6 മണിക്കൂർ കാണും. പോയി വരാൻ എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ എടുത്തു. പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി? 8 മണിക്കൂർ. ബാക്കി ഒരു ദിവസത്തിന് എത്ര മണിക്കൂറുണ്ട്? 16 മണിക്കൂർ. 16 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഉറങ്ങണം? 8 മണിക്കൂർ ഉറങ്ങിക്കോ. പറഞ്ഞേ, 8 മണിക്കൂർ ഉറങ്ങിക്കോ. 1 മണിക്കൂർ ഓടിച്ചാടി കളിച്ചോ. 1 മണിക്കൂർ ഓടിച്ചാടി ബാക്കി 7 മണിക്കൂർ എന്ത് ചെയ്യണം? പറ.
പഠിക്കണം. There is no substitute for hard work. കേട്ടിട്ടുണ്ടോ? കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നും ഇല്ല. ആര് പഠിക്കണം? നമ്മളൊന്നും പഠിക്കണ്ട. ആര് പഠിക്കണം? ചങ്ക വെച്ചോട്ട് പറ. ഞാനും എൻ്റെ ആളും 40 പേര് പോകുന്നു. നമ്മളൊന്നും ആരും പഠിക്കണ്ട. പറഞ്ഞേ, ഞാൻ പഠിക്കണം. ഉറക്കെ പറ, ഞാൻ പഠിക്കണം. ഞാൻ പഠിച്ചാൽ എനിക്ക് കൊള്ളാം. പറ, ഞാൻ പഠിച്ചാൽ എനിക്ക് കൊള്ളാം. അതേ ഉള്ളൂ സംഗതി കേട്ടോ. അപ്പൊ ആരോഗ്യം, അറിവ്. മൂന്നാമതെന്താണ്? കഴിവ്. എവിടേക്കാണ് അമീർ പിന്നെ മന്നൂർ ചാടി ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമീറിന് ഒരു കൈയുടെ കൂടെ 1 2 3 സമയക്കുറവാണ്. 1 2 3 എന്ന് പറയുമ്പോൾ ഒരു മാതിരി ചടപടാം പടക്കമാണ്. 3 കൈയടി അടിക്കാവുള്ളൂ. 1 2 തോക്കിനകത്ത് കയറി വീഴും വേണം. പറയാൻ സമ്മതിക്കുക. 1 2 3 എന്ന് പറഞ്ഞാൽ 3 അറിയട്ടെ. 1 2 3 പൊട്ടാത്ത താക്കി അടുത്ത സൂത്രമൊക്കെ പൊട്ടിക്കാം. അല്ലെ ഈ 1 2 3 മതി. അമീറിനാണ് ഈ അടിമുടി കേട്ടോ. ബാക്കി ആരൊക്കെ പറയുന്നുണ്ട്. ചിലരുണ്ടല്ലോ പറഞ്ഞാൽ ശരിയാവുമോ സാറേ? ആരെങ്കിലും ഉത്തരം പറയും. എനിക്കറിയാമായിരുന്നു സാറേ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരുടെയും ഉള്ളില് അറിവുണ്ട്. അറിവ്. മൂന്നാമതെന്താണ്? അമീർ പറഞ്ഞു കഴിവ്. കഴിവെന്താ? നമ്മുടെ സർഗചേതന എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അതിനു വേണ്ടിയാണ് ഈ ക്ലബ്ബുകൾ. അറിവിനപ്പുറം അത്ഭുതം സൃഷ്ടിക്കുന്നതാണ് കഴിവുകൾ. പറഞ്ഞേ, കഴിവുകൾ. ആ കഴിവുകൾ. ഒന്നാമത്തെ കഴിവ് എഴുന്നേറ്റ് സ്പോർട്സ് ക്ലബ്ബ്. ഇങ്ങോട്ട് സ്പോർട്സ് ക്യാപ്റ്റൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക കേട്ടോ. സ്പോർട്സ് ക്ലബ്ബ് നമ്മുടെ കഴിവുകളാണ്. ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ള ആമ്പിളേരും പെമ്പിളേരും. രണ്ടാമതെന്താണ്? ബുദ്ധി. IT ക്ലബ്ബ്. ഓടുന്നോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി കണ്ടോ. കമ്പ്യൂട്ടർ, IT കണ്ടോ. രണ്ടാമത്തെ ക്ലബ്ബ്. മൂന്നാമതെന്താണ്? മാത്തമാറ്റിക്സ് ക്ലബ്ബ്. ചെറുതിരിക്കുന്നു കണ്ടോ. ആപ്റ്റിറ്റ്യൂഡ്, കണക്ക്. എല്ലാവരും മിനിമം കണക്ക് പഠിച്ചിരിക്കണം. എല്ലാവരും പഠിച്ചിരിക്കണം. പക്ഷെ കണക്ക് അറിയാവുന്നവർ ആ കണക്ക് തന്നെ പഠിച്ചിരിക്കണം. എല്ലാവർക്കും കണക്ക് പഠിക്കാൻ പറ്റുമോ? അവർക്ക് വിഷമിക്കേണ്ട. ചിലർക്ക് ഇത്ര കുറവാണെങ്കിലും മിനിമം പഠിക്കുക, മാക്സിമം പഠിക്കുക. കണക്ക് പഠിക്കാവുന്ന അത്രയും പഠിക്കുക. പിന്നെ ആരാണ്? സ്പോർട്സ് വൈസ് ക്യാപ്റ്റൻ വീണ്ടും വന്നിരിക്കുന്നു. സ്പോർട്സ് ക്ലബ്ബ്. ഇതൊക്കെ കൈനീട്ടം സ്വീകരിക്കുക, കൈ അടിച്ച്. അടുത്തെന്താണ്? സയൻസ് ക്ലബ്ബ് കണ്ടോ. സയൻസ്, ശാസ്ത്രം. എന്തുകൊണ്ട് റിസർച്ച്. ഒത്തിരി പറയാനുണ്ട്. റിസർച്ച് ഇതൊക്കെ നിങ്ങൾക്ക് വലുതാമങ്ങളെ പഠിപ്പിക്കും കേട്ടോ. റിസർച്ച്, സയൻസ് ക്ലബ്ബ്. അടുത്താരാണ്? വിദ്യാരംഗം അല്ലെ. സമഗ്ര വിദ്യാരംഗം. അറിവിന്റെ വഴികളിൽ കണ്ടോ. അവിടെ കൈയടിച്ച്. അടുത്തെന്താണ്? ഭാഷ നമ്മുടെ ജീവനാണ്. ഭാഷ നമ്മുടെ പ്രാണവായു കഴിഞ്ഞാൽ ഭാഷയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ചിന്തിക്കുന്നത് എന്തിലൂടെയാണ്? പഠിച്ച ഭാഷയിലൂടെ. ഇപ്പൊ ഞാൻ നോക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. സായിപ്പാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും? അപ്പൊ എങ്ങനെ ചിന്തിച്ചത് സായിപ്പ്? ഇംഗ്ലീഷില്. ഞാൻ ചിന്തിച്ചത് എങ്ങനെ? അപ്പൊ എന്റെ ചിന്ത വരുന്നത് എന്റെ ഭാഷയിലൂടെയാണ്. ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രത്തോളം ഭാഷ പഠിക്കാമോ അത്രത്തോളം ഭാഷ പഠിക്കണം. ഈ കുഞ്ഞു പ്രായത്തിലാണ് പഠിക്കാൻ പറ്റുന്നത്. നിശ്ചയം കിട്ടുന്ന സമയമായി മൊബൈലിൽ തോന്നിക്കൊണ്ടിരിക്കരുത്. മൊബൈലിൽ തന്നെ നിങ്ങളുടെ ടീച്ചർമാരോ സാറുമാരോ വീട്ടിലുള്ള നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ നല്ല ഭാഷ പഠിക്കാനുള്ള ചില സൈറ്റുകളൊക്കെ ഉണ്ട്, എടുത്തു തരും. അപ്പൊ അതാണ് അറബിക് ഭാഷ അല്ലെ. അറബിക് ഭാഷ എന്നിരിക്കെ അറബിക് ക്ലബ്ബ് ഉണ്ടോ. അറബിക് ക്ലബ്ബ് അതങ്ങോട്ട് പഠിക്കാനുള്ളത് അതിന്റെ ആക്ടിവിറ്റീസ്, മുട്ട് പെരിച്ചുമുട്ട് അല്ലെ. ഇതെല്ലാം പരിപാടികളാണുള്ളത്. അത് മുഴുവൻ കലയെന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. ഭാഷയുമായിട്ട് അറബിക് ക്ലബ്ബ്. അടുത്തെന്താണ്? സോഷ്യൽ സയൻസ് ഉണ്ടോ. സാമൂഹ്യ അവബോധം ഉണ്ടാകാൻ വേണ്ടി എന്നിട്ട് സാമൂഹ്യ അവബോധം ഉണ്ടാകുന്ന ക്ലബ്ബാണ് ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ പ്രതികരണമാണ്. സാമൂഹ്യ അവബോധം ഉണ്ടാകുന്ന സോഷ്യൽ ക്ലബ്ബുകൾ, നേച്ചർ ക്ലബ്ബൊക്കെ അല്ലേ. എല്ലാം പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങുക ഭയങ്കര പരിപാടി. അടുത്തതാണ് ഉറുദു. അടുത്ത ഭാഷ കണ്ടോയിരിക്കുന്നത് അതുകൊണ്ടോ. ഉറുദു അടുത്ത ഭാഷ. പിന്നെ ഓരോരോ ക്ലബ്ബുകളുണ്ട്. നമ്മുടെ അഭിരുചി അനുസരിച്ച് അടുത്ത ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ക്ലബ്ബ് കണ്ടോ. എല്ലാം പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. എന്തിനു വേണ്ടിയാ? ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുക. എങ്ങനെയാണ് ലോകം മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുക? ലോക യൂണിവേഴ്സിറ്റി എല്ലാം കൂടി ഇങ്ങോട്ട് വരിക. നമ്മളൊന്നും ഇനി അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഇരുന്ന് തന്നെ ഇനി ഓൺലൈൻ കോഴ്സുകളാണ്. എല്ലാം പഠിക്കാം. നമുക്ക് ലോകത്ത് എവിടെ പഠിക്കുമ്പോൾ ലോകത്തെ നമുക്ക് കീഴടക്കാം. കീഴടക്കുന്നത് യുദ്ധം ചെയ്തല്ല. എങ്ങനെ പോകുന്നത്? നമ്മുടെ അറിവ് വെച്ച് നമ്മൾ പോയി ലോകത്ത് എവിടെയും പോയി എല്ലാം ജോലി ചെയ്യാം. ഇംഗ്ലീഷ് ക്ലബ്ബ്. അടുത്തെന്താണ്? ഹിന്ദി ക്ലബ്ബ് കണ്ടോ. നമ്മുടെ രാഷ്ട്രഭാഷ. ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹിന്ദികൾ പഠിക്കണം. അപ്പൊ ഈ ഓരോ വിഷയം നല്ല കബീർദാസിന്റെ ഒക്കെ മനോഹരമായ അല്ലെ കവിതകളൊക്കെ. കബീർദാസിനെ മരിച്ചപ്പോണ്ടല്ലോ എവിടെ അടക്കണമെന്ന് സംശയപ്പെടുന്ന പറയുന്നത്. അപ്പൊ കുറച്ചു പള്ളി കിടക്കണം. ഇസ്ലാം പള്ളികൾ കുറച്ചു ഞങ്ങൾക്ക് അമ്പലത്തിൽ വേണമെന്ന്.
അതുപോലെ ലക്ഷ്യമാനം ചെയ്ത മനുഷ്യനാണ്. അവസാനം നോക്കിയപ്പോൾ ഞാൻ മുറിച്ചിട്ട് രണ്ടായിട്ട് കൊണ്ടുപോകാൻ നോക്കി. പുറത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ദൈവം ഇത്രയേ ഉള്ളൂ സർവദാസിനെ. ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരമൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള വലിയ സ്റ്റെപ്പ്, ഇതൊക്കെ നമ്മുടെ സർഗചേതന വളർത്തിയെടുക്കാൻ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന എന്നിലെ കഴിവുകൾ ഉണർത്തുവാൻ വളർത്തിയെടുക്കുവാൻ ആണ് എന്റെ സ്കൂളിൽ ക്ലബുകൾ ഉണ്ടായിരിക്കുന്നത്. എന്റെ അഭിരുചിക്കനുസരിച്ച് ഞാൻ ക്ലബുകളിൽ ചേരണം, സജീവമായി പങ്കെടുക്കണം. അഭിരുചി എന്ന് പറഞ്ഞാൽ പാഷൻ. എന്താണ്? പാഷൻ അല്ല, പാഷൻ ഉണ്ടോ? അതാണ് എന്റെ വ്യക്തിത്വം അല്ലേ. ഞാൻ കണക്ക് പഠിച്ചാലും സയൻസ് പഠിച്ചാലും എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും അല്ലെ, എന്റെ ഉള്ളിലൊരു വേറൊരു ടേസ്റ്റ് കിടപ്പുണ്ട്. അതുകൂടി വളർത്തിയെടുത്തെങ്കിൽ ഞാനാരായി മാറും? പറഞ്ഞേ, എന്നിലെ കഴിവുകൾ ഞാൻ വളർത്തിയെടുക്കാതെ അടിച്ചമർത്തിയാൽ ഞാൻ ഭാവിയിൽ ഒരു മാനസിക രോഗിയാവും. അങ്ങനെയാ മാനസിക രോഗികൾ ഉണ്ടാകുന്ന അടിച്ചമർത്തപ്പെട്ട സർഗചേതന എന്നെ ആരാക്കും? മാനസിക രോഗിയാക്കും. ഒരു ചോദ്യമുണ്ട്, ഹിറ്റ്ലർ എങ്ങനെ ഹിറ്റ്ലറായി? ഒരു ചോദ്യമാണ്, ഹിറ്റ്ലർ എങ്ങനെ? കേട്ടിട്ടുണ്ടോ? അഡോൾഫ് ഹിറ്റ്ലർ വലിയൊരു ക്രൂര മനുഷ്യനായിരുന്നു എന്നാ പറയുന്നത്. പക്ഷെ കൊച്ചുണ്ടല്ലോ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന കൊച്ച് നന്നായിട്ട് പടം വരയ്ക്കും. ശാന്തരായിരുന്നു അവൻ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സാറെന്നാ പറഞ്ഞു, ഇതുപോലെ നാസസാറിനെ പോലെയൊക്കെ പിള്ളേരെ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്ന സാറല്ലേ. ആ സാറ് പറഞ്ഞു, ഈ കൊച്ചിനെ ഇനി ആ സ്കൂളിൽ ഇട്ട് പഠിപ്പിക്കണം. ആ സ്കൂളിൽ പടം വരയ്ക്കട്ടെ, അവൻ പടം വരയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അവന്റെ അപ്പനുണ്ടല്ലോ, ഒരു പട്ടാളക്കാരനായിരുന്നേ. അപ്പൻ പറഞ്ഞു, ഞാൻ തീരുമാനിക്കുന്ന എന്റെ കൊച്ചിനെ എവിടെ വിടണം. അപ്പൻ വിട്ടില്ല മക്കളെ. അവസാനം വീട്ടിലൊരു മാനസിക രോഗിയായ ഒരു അമ്മായിയും കൂടെ ഉണ്ടായിരുന്നു. ആ അമ്മായി ഈ കൊച്ചിനെ കൊണ്ടിരിക്കുന്നു. ഒരു ടാങ്ക് അങ്ങോട്ട് ഓടിച്ചോണ്ട് പോയിട്ട് അപ്പന്റെ കണ്ണറ അങ്ങോട്ട് തിരിച്ചു വരണം. പിന്നെ മാനസിക രോഗികളെല്ലാം കൊല്ലാൻ തീരുമാനിച്ചു. അവനെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചതിനെല്ലാം അവൻ ഇല്ലാതെ ചെയ്യുന്നു. മറിച്ച് അവനെ ഒരു സ്കൂളിൽ ആ സ്കൂളിൽ വിട്ടിരുന്നെങ്കിലോ, അതുപോലെ നാസസാറിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലോ, അല്ല യു ടീച്ചറിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലോ, ഓർത്ത് നോക്കിക്കേ, അവൻ ആരായി മാറിയനെ? കലാകാരൻ, മാത്സ് ക്ലബിന്റെ ലീഡർ. എഴുന്നേറ്റ് നിൽക്കാൻ കണ്ടോ? ഉത്തരം കൃത്യം. പേരെന്താ? ആഷിഖ്. റാഷിദിന് ഒരു നല്ല കൈയ്യടി കൂടെ. 1 2 1 2 3. ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെന്നെ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പൊ ആരെയും നിങ്ങളെ അടിച്ചമർത്തുന്നുണ്ടോ? സ്കൂളിൽ ഇല്ലാതിരിക്കുന്നുണ്ടോ? എവിടെ? ഒരു കൊച്ചു പറഞ്ഞത്, എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പേടിയായി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ അമ്മയ്ക്ക് 2 വാക്കേ എന്നെ കാണുമ്പോൾ അറിയത്തുള്ളൂ. എന്താ 2 വാക്ക്? ഒന്ന് പടി പടി പടി, 2 തിന്ന് തിന്ന് തിന്ന്. കണ്ടോണേ, എന്റെ അമ്മയ്ക്ക് 2 വാക്കേ അറിയത്തുള്ളൂ. ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞോ? പഠിക്ക് പൊടി എന്ന് പറഞ്ഞോ? വിട്ടം തൂക്കാൻ പറയുന്നുണ്ടോ? കക്കൂസ് കഴിയാൻ പറയുന്നുണ്ടോ? കരിക്കരിയാൻ പറയുന്നുണ്ടോ? പശുവിനെ കെട്ടാൻ പറയുന്നുണ്ടോ? ചാണകം വരാൻ പറയുന്നുണ്ടോ? ഒന്നുമില്ല. പടി പടി പടി, തിന്ന് തിന്ന് തിന്ന്. ശരി, കൊച്ചു പറയണേ, അമ്മ അടുത്ത ഡയലോഗ് പറയുമ്പോൾ അമ്മയ്ക്ക് വിധി കൊണ്ട് തൊടാൻ തോന്നുന്നു. ഞാൻ ചെല്ലാൻ പറയാം, പക്ഷേ എനിക്കുണ്ടായ വിധി നിനക്ക്. അത് ശരി, ഇങ്ങനെ അമ്മമാരും പറയണം. നല്ല പിള്ളേരാണിപ്പോ ഞാൻ അമ്മമാരും നല്ലതാണ്. അത് കൊള്ളാം, ഇതാണ് പ്രശ്നം. പക്ഷേ നിങ്ങളെ ആരെങ്കിലും അടിച്ചമർത്തുന്നുണ്ടോ? നിങ്ങളോട് പറയുന്നത് പാട്ട് പാടൂ, കണ്ടോ, ഡാൻസ് കളിക്കൂ, ഭാഷ പഠിക്കൂ, കണക്ക് പഠിക്കൂ, ഓടിച്ചാടി നടക്കൂ, കളിക്കൂ, ഇതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങളെ പെൺപിള്ളേരെല്ലാം ചിന്താവിഷ്ടയായ ശ്യാമള. ഞാനൊന്നിനെയില്ല. ആൺപിള്ളേരെല്ലാം സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ. ഞാനൊന്നിനെയില്ല. എന്നിട്ട് തോണ്ടികളായി മാറും. തോണ്ടി ഇങ്ങനെ നടക്കുക. ചാർലി ചാപ്ലിൻ എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ വെക്കും. ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ലൈഫാ പിള്ളേരെല്ലാം ഇങ്ങനെ കൈകൊണ്ടുണ്ടല്ലോ. ഒരു കൊച്ചിനെ എടുത്ത് കൊണ്ടുവന്നു മകളെ. ഒരു കൊച്ചിനെ ആ കൊച്ചു പിറ്റിയെ നോക്കിയിട്ട് കൊച്ചു കാണിക്കണേ. ഒരു കൊച്ച് 4 വയസ്സുള്ള കൊച്ച് പിറ്റിയെ എടുത്ത് നോക്കിയിരിക്കുള്ളൂ. കാരണം കൊച്ചിന്റെ മുമ്പിൽ, കൊച്ചു വിദേശത്ത് ഒരാളും ഇരുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നാണ്. കൊച്ചിന്റെ മുമ്പിൽ ആകെ കൂടി ഇല്ലാത്ത ടി വി അവിടെ ഉണ്ടെന്നാണ് സങ്കല്പിക്കുക. ടിവിയുടെ കാർട്ടൂണുകൾ വന്നില്ല. ഇതിനെയാണ് കൊച്ച് അനുകരിക്കുന്നത്. ചിലപ്പോ കൊച്ചു ഇരിക്കുകയാണോ കരയുകയാണോ? കൊച്ചിന്റെ ഭാവന നവരസങ്ങൾ ജഗതി കാണിച്ചായിരുന്നില്ലേ? നവരസങ്ങൾക്ക് അപ്പുറത്തെ രസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചിനെ 3 വർഷമാണ് ഒരു സ്കൂളിൽ കൊണ്ടുപോയി. ടീച്ചറാണെന്ന് പറഞ്ഞു. സ്കൂളിൽ വന്നത്
നാളാ പറഞ്ഞത്. 3 വർഷം കൊണ്ടാണ് ആ കൊച്ചിനെ നേരെയൊക്കെ എടുത്ത്. അതുകൊണ്ട് പൊന്നു മക്കളെ, നമ്മൾ ഈ മാന്തി തോട്ടിക്കൊണ്ടിരുന്നാണല്ലോ അതിനകത്തെ പതിയെ പോലിരിക്കും നമ്മള്. പിന്നെ കുറച്ച് പേര് തുണിയില്ല, അതിന് നടക്കുന്നു. അത് നമ്മുടെ തുണിയില്ല. ഇതൊക്കെ നമ്മുടെ പരിപാടി. ഇങ്ങനെയൊക്കെയുള്ളതൊന്നും കാണാൻ വേണ്ടിയല്ല, കാണണം അല്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ഈ പ്രായത്തിൽ ആരോഗ്യം, അറിവ്, മൂന്നാമത്താണ് കഴിവ്, നാലാമത്തെ എന്താണ്? സൗന്ദര്യം. പത്രക്കാർക്ക് സംഭവം സൗന്ദര്യം. പെൺപിള്ളേരോട് 2 ആണുങ്ങളുടെ പേര് ചോദിക്കാൻ പോവാം. ആർക്കാണ് സൗന്ദര്യം എന്ന് പെൺപിള്ളേർ പറഞ്ഞു? ആൺപിള്ളേരോട് 2 പെൺപിള്ളേരുടെ പേര് ചോദിക്കും. ആർക്കാണ് സൗന്ദര്യം നിങ്ങൾ പറഞ്ഞു? ആ പെൺപിള്ളേരെ ഷാറൂഖ് ഖാൻ, അബ്ദുൽ കലാം, ആർക്കാ സൗന്ദര്യം? നോർമൽ പിള്ളേരാ കേട്ടോ. പക്ഷേ അതൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ നല്ല മനുഷ്യർ, നല്ല ആക്ടറല്ലേ. പക്ഷെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഓർക്കുന്ന ആരെയായിരിക്കും? രാമേശ്വരത്തെ കടത്തീരത്ത് രാവിലെ അല്ലേ അമ്മ എന്നാ പറഞ്ഞത്? പടി പടി എന്നല്ല പറഞ്ഞത്, ഓടടാ ഓടടാ. എന്തിനാ ഓടിയേ? ആ ദിനമണി എന്ന് പറയുന്ന പത്രം കൊണ്ടുപോയി 65-70 വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ സ്കൂളിൽ പോയത്. കണ്ടോ? അപ്പനോട് ചോദിച്ചു, അപ്പാ വല ഇങ്ങനെ പടയുമ്പം അപ്പാ പക്ഷി പറക്കുന്നത് എങ്ങനെ? പക്ഷി പറക്കുന്നത് എങ്ങനെ? അങ്ങനെ അപ്പന് പറയാൻ അറിയത്തുള്ളൂ. അല്ല, എന്നാലും എങ്ങനെ അപ്പ പറക്കുന്നേ? അപ്പ എങ്ങനെ പറക്കുന്നു പറ. പറഞ്ഞു, മോനെ നീ സ്വപ്നം കാണാ, നീയും പറക്കും. പറന്നോ? പറന്നു പറന്നു. അതൊക്കെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെയാ. പറവേ നല്ല പോകുന്നു. അത് ദുഃഖസർമാന്റെ സിനിമയാണ്. പറ. നിങ്ങൾ പറയാം, എന്നെ കുറിച്ചുകൂടെ പറയാം. വിങ്സ് ഓഫ് ഫയർ. പറ. കണ്ടോ? പിന്നെ ജ്വലിക്കുന്ന മനസ്സുകൾ, ഇഗ്നൈറ്റഡ് മൈൻഡ്. പറ. അതൊക്കെ പിന്നെ നമ്മൾ ഹൈസ്കൂളിൽ കേട്ടോ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ എല്ലാവരെയും ജയിപ്പിക്കാൻ പറ്റും കേട്ടോ. ആരോഗ്യം, അറിവ്, കഴിവ്, സൗന്ദര്യം അല്ലേ? ഡയാന രാജകുമാരി, മദർ തെരേസ, ആർക്കാ സൗന്ദര്യം? ഓഹോ, എല്ലാം വിശുദ്ധന്മാരാണ്. കൈലാഷ് സത്യാർത്ഥി മോഹൻലാൽ, ആർക്കാ സൗന്ദര്യം? ഓ, മോഹൻലാൽ. കൈലാഷ് സത്യാർത്ഥിയോ? തെരുവിൽ കിടന്നയായി 80,000 കുഞ്ഞുങ്ങളെ തെരുവിൽ വ്യക്തികളാണ് കൈലാഷ് സത്യാർത്ഥി. അതിന് ഒത്തിരി നന്മയുടെ അബ്ദുൽ കലാമില്ലേ? അബ്ദുൽ കലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊന്ന് റബ്ബർ ബോർഡ് മെമ്പറായിരിക്കും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് കോട്ടയത്ത് വന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഞങ്ങളോട് VSSC വിക്രം സാരാഭായി മിസൈൽ വിടാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, റോക്കറ്റ് വിടാൻ. എനിക്ക് പോകാൻ ഞാൻ പോയില്ല. കൂടെ ഉണ്ടാകുന്ന സൈന്യത്തോട് പേര് പറയാണ്, അവിടെ ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സെന്ററിലേക്ക് ഇദ്ദേഹം പോയി. സൈന്റിസ്റ്റുകളെ എല്ലാം കൊണ്ടുപോയിട്ട് പറഞ്ഞു, നമ്മുടെ തലയ്ക്കകത്തെല്ലാം ദൈവം നല്ല ചിപ്പുകൾ വെച്ചിരിക്കുന്നു. പറ. നമ്മുടെ തലയ്ക്കകത്തെല്ലാം ദൈവം നല്ല ഓർമ്മ ചിപ്പുകൾ വെച്ചിരിക്കുന്നു. എന്തിനാ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെമ്മറി ചിപ്പ്. എന്താ? മെമ്മറി ചിപ്പ്. കണ്ടോ? ബുദ്ധിയുള്ള കുറഞ്ഞ കുഞ്ഞുങ്ങളുണ്ടോ? ബുദ്ധി പറഞ്ഞ കുഞ്ഞുങ്ങൾക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു ബയോചിപ്പ് ഉണ്ടാക്കി ആ പിള്ളേരുടെ തലയ്ക്കകത്ത്. കണ്ടോ? യുവന്മാർക്ക് ചിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. തലയ്ക്കകത്ത് വെച്ചാൽ ചിന്തിക്കുന്നതെല്ലാം പുറത്തു വരും. നമ്മുടെ തലയ്ക്കകത്ത് വെച്ചിട്ടുണ്ടെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം പുറത്തു വരും അല്ലെ? എന്ത് പറയുക? അതിനൊക്കെ നമുക്ക് അറിയാം. അവസാനിപ്പിക്കുന്നു. അപ്പൊ ആശുപത്രി പോയി കോമ്പസ് വലിച്ചു. ഇവനെ ഡോക്ടറെ എടുത്തിട്ട് ഡോക്ടറെ അമ്മ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു, ഇവനെ ഒപ്താൽമോളജിക് സർജൻ. പറ്റുകയില്ല. സർജൻ ഉണ്ടോ? എവിടെ? പെട്ടെന്ന് അമ്മ ചോദിച്ചു, അപ്പനെന്തേ? അപ്പന് ഇല്ല. അപ്പനിങ്ങനെ എങ്ങാണ്ട് പോയി കൊച്ചിന്റെ കണ്ണിന് കാഴ്ച വേണ്ടേ? അപ്പൊ ഇവന്റെ കണ്ണുനീര് അമ്മയുടെ ദേഹത്തോട്ട് വീഴുകയാണ്. അപ്പം കരയുന്ന ആ അമ്മയുടെ അവസ്ഥയില് ഇവന്റെ ഇപ്പം കൈ പൊക്കിയിട്ട് അമ്മയോട് 3 കാര്യങ്ങൾ പറഞ്ഞു. ഇടത് കണ്ണ് കിട്ടിയിരിക്കുക. 1, അമ്മ കരയരുത്. 2, ഞാൻ പഠിച്ചോളാം. 3, എനിക്ക് ഒരു കണ്ണ്. അമ്മ 1 അമ്മ, 2 ഞാൻ, 3 എനിക്ക്. അമ്മയ്ക്ക് അറിയത്തില്ല പഠിച്ചു. സെക്കൻഡ് കൊണ്ട് പഠിച്ചു. ജയിക്കാൻ 7 ടിപ്സ് 1 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. 7 ടിപ്സ് 7 നിങ്ങൾ പഠിക്കാൻ വെട്ടാൻ ഒരു സൂപ്പർ ടിപ്സ്. 1 അമ്മയെ കരയിക്കരുത്. പറ. 2 അപ്പനെ അംഗീകരിക്കണം. 3 ഞാൻ പഠിക്കണം. 4 ഇപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉയർന്ന സ്വപ്നങ്ങൾ കാണണം. 5 വന്ന വഴിയും സഹായിച്ചവരെയും മറക്കരുത്. 6 ആരോടും പിണങ്ങിയിരിക്കരുത്. 7 എപ്പോഴും ചിന്തിക്കുക ഹൗ പ്ലസ് ഹൗ പ്ലസ് ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ്. 1 അമ്മയെ കരയിക്കരുത്. 2
3 ഞാൻ പഠിക്കണം. ഉറക്കെ പറ. 4 ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഉയർന്ന സ്വപ്നങ്ങൾ. 5 വന്ന വഴി സഹായിച്ചവരെ. 6 ആരോടും വിളിക്കാൻ പിണങ്ങരുത്. 7 എപ്പോഴും ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ എത്രയോ ഭാഗ്യപ്പെട്ട കുഞ്ഞാണ്. ഞാൻ എത്രയോ ഭാഗ്യപ്പെട്ട. എട്ടാമത്തെ സൂപ്പർസ്റ്റിഷൻ വേണോ? വേണ്ട, വീട്ടിലെ നല്ല പിള്ളേരല്ലേ, വേണോ? കെണികളിൽ വീഴരുത്. Don't fall in trap. കെണികളിൽ never don't fall in trap. Are you ready? എങ്കിൽ നിങ്ങൾ ലോകത്തെ കീഴടക്കും. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി. ഉപകാരം നൽകുന്നതിനായി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ടീച്ചറിനെ ക്ഷണിക്കുന്നു. സമ്മേളന ഉദ്ഘാടകൻ കഞ്ചപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ തങ്കപ്പൻ സാർ, വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തുവാനായി ഇവിടെ എത്തിച്ചേർന്ന ജോർജ് സാർ, ബഹുമാനപ്പെട്ട EO സുൽഫിക്കർ സാർ, ആശംസ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സഫർ സാർ, സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ ദീപ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറിയായ നാസർ സാർ, കൂടാതെ ഇതിനു മുമ്പ് നമ്മുടെ PTA പ്രസിഡന്റായിരുന്ന നാദർ ഷാ കോനാട്ടുപറമ്പ്. നമ്മൾ ഇവിടെ ഇപ്പോൾ നടത്തിയത് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവുമാണ്. അതോടൊപ്പം പുതിയതായി കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന ഒരു കാര്യം കൂടി നമ്മൾ ആരംഭിച്ചു. പ്രസംഗ കളരിയുടെ ഉദ്ഘാടനം. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ളിയാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ ആരംഭിച്ചു. പക്ഷേ ഇപ്പോഴാണ് അത് ഒരു ഉദ്ഘാടനമായിട്ട് നടത്തിയത്. അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ പ്രവർത്തനവും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. നമ്മൾ സമയക്കുറവും സ്ഥല സൗകര്യവും പിടിക്കുകയും ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. NHUP സ്കൂളിലെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എത്തിച്ചേരുന്ന കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കപ്പൻ സാർ, അദ്ദേഹത്തിനോടുമുള്ള NHUP സ്കൂളിൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ നമുക്ക് കൂടുതൽ പേർക്കും അധികം പരിചിതനല്ലാത്ത ഒരാളാണ് ജോർജ് കുട്ടി സാർ. സാറിൻ്റെ പ്രസംഗവും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ആസ്വദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്ത അദ്ദേഹത്തിനുള്ള നന്ദി നമ്മുടെ ഓരോരുത്തരുടെയും പേര് ഞാൻ അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ഓഫീസർ സുൽഫിക്കർ സാർ, സ്കൂളിൻ്റെ മാനേജർ സഫർ സാർ, HM ദീപ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി നാസർ സാർ തുടങ്ങി ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടികൾ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത PTA അംഗങ്ങൾ ഉൾപ്പെടെയുള്ള NHA കുടുംബത്തിനുള്ള Do you, I, or anyone know what it means and barley grow? First the farmer sows the seed, then he stands and takes the seed. He stands to street and claps his hands and dance around. Do you, his land, what it means and barley grow? What it means and barley grow? Do you, I, or anyone know what it means
He told his mother, I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to sing on my sing. Please may I stay home with you. Mrs. Raccoon took Chester by the hand and nuzzled his ear. Sometimes we all have to do things we don't want to do, even if they seem strange and scary at first. But you love school once you start. You will make new friends and play with new toys. You can read new books and sing on new things. I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. Chester wiped away his tears and looked interested. A secret? What kind of secret? A very old kissing hand. I learned it from my mother and she learned it from her mother. The kissing hand? What's that? I show you. Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. Leaned forward, he kissed Chester right in the middle of his palm. Chester filled his mother's kiss right from his hand up his arm into a third. Even his silky black mask tingled in a special warmth. Mrs. Raccoon smiled now. She told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you, Mummy loves you. And that very kiss will jump to your face and fill you with toasty warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. Lose it. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. Chester loved his kissing hand. Now he knew his mother's love would go with him wherever he went, even to the school. That night, Chester stood in front of his school and looked thoughtful. Suddenly, he turned his to mother and grinned. Give me your hand. Chester took his mother's hand in his own and unfolded his large familiar fingers into a fan. Next year, leaned forward the fifth center of your hand. Now you have a kissing hand. Do goodbye. I love you. Chester sighed as he turned and